ജയിച്ചതും ഇന്ന് രാഹുലിന്റെ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായിട്ട് പോലും BJPയുടെ സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പം രാഹുൽ എഫക്റ്റ് ഒന്നും പാലക്കാട് എന്നല്ല കേരളത്തിൽ എവിടെയും കൊണ്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ ഏതായാലും രാഹുൽ ആരും മറന്നിട്ടൊന്നുമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താണ്, പാർട്ടി സ്ഥാനങ്ങളൊന്നുമില്ല. അത് ഇനിയിപ്പോ വരില്ല ഒന്നും നമുക്കറിയില്ല. അതൊക്കെ വരട്ടെ, കേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിയട്ടെ. പക്ഷെ രാഹുലിനെ കാണാൻ പോയി ഒരുപാട് സ്ഥാനാർത്ഥികൾ. രാഹുലിന്റെ സ്ഥലങ്ങളിലുള്ള ജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ രാഹുലിന്റെ വീട്ടിൽ ചെന്ന് രാഹുലിനെ കണ്ട് അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള അവരുമായിട്ടുള്ള സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് രാഹുലിന്റെ. അതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു പോകും. നിങ്ങൾ എല്ലാം കേൾക്കുന്നില്ല, ഇതും കൂടെ ഒന്ന് കേക്ക്. വിശദമായിട്ട് സംസാരിക്കുന്നില്ല, എല്ലാവരും പറഞ്ഞില്ലല്ലോ. കണ്ട സന്തോഷം. ഇലക്ഷൻ കഴിഞ്ഞു, നഗരസഭ BJP തന്നെയാണ് ഏറ്റവും വലിയ അധ്യക്ഷൻ. കഴിഞ്ഞ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, മാറ്റം ഉണ്ടായിരുന്നുണ്ട്. മാറ്റം ഞാൻ ഇതിനകത്ത് ആകെ പറയാനായിട്ടുള്ളത്, ജനം വളരെ പ്രബുദ്ധരാണ്. നമ്മള് യഥാർത്ഥ കാര്യങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞ് എത്ര മറ്റൊച്ചകൾ വെച്ചാലും അവർ കേൾക്കേണ്ട കാര്യങ്ങൾ അവർ കേൾക്കും. അവർ യഥാർത്ഥത്തിൽ കാണേണ്ട കാഴ്ചയെ നമ്മൾ എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ച് വേറെ എന്തെല്ലാം കാഴ്ചകൾ സമ്മാനിച്ചാലും അവർ കാണേണ്ട കാഴ്ചകൾ തന്നെ അവർ കാണും. എന്നിട്ട് അവർക്ക് തീരുമാനം എടുക്കാൻ ഒരു തീരുമാനം. മാധ്യമസമ്മേളനത്തിലിപ്പോ താങ്കൾ പാർട്ടി പുറത്താക്കിയ ഒരാളാണ്. അപ്പൊ ഇവരൊന്ന് കാണുന്നത് കൊണ്ട് സ്വാഭാവികമായും ഒരു പ്രശ്നമുണ്ടോ? മാധ്യമസമ്മേളനമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിനോടൊരു വോട്ടറല്ലേ, താങ്കളുടെ വാർഡിൽ 8 വോട്ടുകളാണ് പ്രക്ഷോഭം ജയിച്ചത്. വന്നത് മുതലായി തോന്നുന്നുണ്ടോ വോട്ട് ചെയ്യാനെത്തിയത്? മാധ്യമസമ്മേളനമായിട്ട് ഉദ്ദേശിക്കുന്നില്ല.